മനുഷ്യരെ മറ്റ് ജീവജാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന ഘടകം അവൻ്റെ ശാരീരികമായ ക്ഷമതയല്ല. ശാരീരികമായി നോക്കിയാൽ മറ്റെല്ലാ ജീവികളിലും ഏറ്റവും ദുർബലരായത് മനുഷ്യൻ തന്നെയാണ്. ഒരു കുതിര ഓടുന്ന പോലെ വേഗത്തിൽ ഓടാനുള്ള ശക്തി നമുക്കില്ല. ഒരു പക്ഷി പറക്കുന്നത് പോലെ പറക്കാൻ നമുക്ക് കഴിയില്ല. മാത്രമല്ല, ജീവികളെ എതിരിടാനുള്ള ശക്തിയും നമുക്കില്ല. ഒരു കോഴിക്ക് പോലും മനുഷ്യനെ ആക്രമിച്ച് മുറിവേൽപ്പിക്കാൻ സാധിക്കും. നിരായുധനായ മനുഷ്യന് നിസ്സാരമായിട്ടുള്ള ഒരു കോഴിയെപ്പോലും നേരിടാനുള്ള ശക്തിയില്ല. ഒരു പൂച്ചക്കുഞ്ഞിനെ നേരിടാനുള്ള ശക്തിയില്ല. പക്ഷേ ഈ ലോകം മുഴുവൻ നമ്മൾ ഭരിക്കുന്നു. അത് ഈ പറഞ്ഞ വസ്തുതയ്ക്ക് ഒന്നുകൂടി ഒരു തെളിവ് ആണ് മനുഷ്യ കുഞ്ഞുങ്ങൾ. ഒരു ശിശു ജനിക്കുന്ന സമയത്ത് അവൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ എന്തിനാ സ്വന്തം മാതാവിൽ നിന്ന് പാല് കുടിക്കാൻ പോലും മറ്റൊരാളുടെ സഹായം വേണം. ഒരു പശുക്കുട്ടി ആയിക്കോട്ടെ, ഒരാട്ടിൻകുട്ടി ആയിക്കോട്ടെ, ഏത് ജീവജാലങ്ങളായിക്കോട്ടെ, നമ്മളെക്കാൾ വളരെ വേഗത്തിലാണ് അവ സ്വയം പര്യാപ്തമാകുന്നത്. ഇവിടെയാണ് എന്താണ് മനുഷ്യൻ്റെ പ്രത്യേകത, എന്തുകൊണ്ട് മനുഷ്യർക്ക് ലോകം കീഴടക്കാൻ സാധിക്കുന്നു. അത് നമ്മുടെ ശാരീരികമായ ശക്തിയല്ല, നമ്മുടെ മനസ്സിൻ്റെ ശക്തിയാണ്, മൈൻഡ് പവറാണ്. പക്ഷേ ഏറ്റവും ദൗർഭാഗ്യകരമായ വസ്തുത, നാം ദിനംപ്രതി നമ്മുടെ ശരീരത്തിന് വേണ്ടുന്ന ഭക്ഷണം കൊടുക്കുന്നുണ്ട്. നമ്മളെല്ലാവരും നമ്മുടെ ശരീരത്തെ പരിപോഷിപ്പിക്കുന്നുണ്ട്. പക്ഷെ നാം ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു വസ്തു ഈ മൈൻഡിനെയാണ്. മനുഷ്യനെ മനുഷ്യനാക്കുന്നത് ഈ മനസ്സിൻ്റെ ശക്തിയാണ്. പക്ഷേ ആ മനസ്സിൻ്റെ ശക്തിയെ ശക്തിപ്പെടുത്താൻ നാം എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? കോൺഷ്യസ് മൈൻഡും സബ് കോൺഷ്യസ് മൈൻഡുമുണ്ട്. ബോധ മനസ്സും ഉപബോധ മനസ്സും. നമ്മളെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിക്കുന്നത് ഉപബോധ മനസ്സാണ്, ചെയ്യുന്നത് ബോധ മനസ്സാണ്. കാര്യങ്ങൾ ചെയ്യുന്നത് ബോധ മനസ്സാണ്. ആ കാര്യങ്ങൾ ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത് അല്ലെങ്കിൽ ബോധ മനസ്സിനെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നത് നമ്മുടെ ഉപബോധ മനസ്സാണ്. ഈ ഉപബോധ മനസ്സിനെ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് നാം ചെയ്യേണ്ടത്. ഇവിടെ നിലവിലുള്ള പ്രശ്നം, നാം ആഗ്രഹിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കുന്നില്ല. അതായത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു വിദ്യാർത്ഥി, പഠിക്കുന്ന ഒരു കുട്ടി, വിദ്യാർത്ഥിയോ വിദ്യാർത്ഥിനിയോ, ഏതെങ്കിലും ഒരു കുട്ടി ആഗ്രഹിക്കുന്നുണ്ടോ പഠനത്തിൽ പരാജയപ്പെടണമെന്ന്? ജീവിതത്തിൽ എല്ലാ മനുഷ്യനും സാമ്പത്തികമായി ഉന്നതിയിലെത്താനല്ലേ ആഗ്രഹിക്കുന്നത്? എല്ലാ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുടെ ആഗ്രഹം ബിസിനസ്സിലെ അംബാനിയോ അദാനിയോ യൂസഫലിയോ ഒക്കെ ആകണമെന്നല്ലേ ആഗ്രഹം? എന്നിട്ടും എന്തുകൊണ്ട് എല്ലാവർക്കും സാധിക്കുന്നില്ല? നമുക്ക് ആഗ്രഹങ്ങളുണ്ട്, പക്ഷേ നമ്മുടെ ലക്ഷ്യം കറക്റ്റാകുന്നില്ല, നമ്മുടെ പ്രവൃത്തി കറക്റ്റാകുന്നില്ല, നമുക്ക് വേണ്ടത്ര ആത്മവിശ്വാസം കിട്ടുന്നില്ല. ഇതിൻ്റെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്നത് നമ്മുടെ ഉപബോധ മനസ്സാണ്. നിലവിലുള്ള നമ്മുടെ അവസ്ഥകളെപ്പറ്റി ഒന്നും ഉപബോധ മനസ്സിനറിയില്ല. നമ്മളുടെ ആവശ്യങ്ങളെപ്പറ്റിയും അറിയില്ല. അതൊക്കെ അറിയാവുന്നത് ബോധ മനസ്സിനാണ്. ഉപബോധ മനസ്സ് നമ്മളുടെ പഴയ അനുഭവങ്ങളിൽ നിന്നും, പാസ്റ്റായിട്ടുള്ള നമ്മളുടെ ജീവിത അനുഭവങ്ങളിൽ നിന്ന്, നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്നുമാണ് അത് കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നത്. തീർച്ചയായിട്ടും ആ എക്സ്പീരിയൻസ് നല്ലതാണെങ്കിൽ നമ്മൾ ഓൾറെഡി ഇപ്പോൾ വിജയിച്ചിട്ടുണ്ടാകുമല്ലോ. അപ്പോൾ ആ പ്രശ്നങ്ങളാണ് നമ്മുടെ ഉള്ളിൽ കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ നാം ഒരു തീരുമാനം എടുത്താലും അത് നടപ്പാക്കാനുള്ള ഊർജം നമുക്ക് പ്രദാനം ചെയ്യപ്പെടുന്നില്ല. അതാണ് പരാജയത്തിൻ്റെ ശരിയായ റീസൺ. അവിടെ നമ്മുടെ ഉപബോധ മനസ്സിനെ ശക്തിപ്പെടുത്തുക, പ്രാക്ടീസ് ചെയ്യുക. ലോ ഓഫ് അട്രാക്ഷൻ്റെയൊക്കെ ശക്തി അതാണ്. പക്ഷെ ചില ആൾക്കാർ പറയുന്നുണ്ട്, ഞാൻ ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്തിട്ടും എനിക്ക് വേണ്ടത്ര വിജയം ഉണ്ടായില്ല എന്ന് പറയുന്നു. അവിടെ സംഭവിക്കുന്നത് ഉപബോധ മനസ്സിനെ ശക്തിപ്പെടുത്താതെ, അല്ലെങ്കിൽ ശക്തിപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്താതെ ആണ് അവർ ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടി ശ്രമിക്കുന്നത്. ആ മനസ്സിൻ്റെ ശക്തി നാം തിരിച്ചറിയുക, അത് വളർത്തിയെടുക്കാൻ വേണ്ടി ബോധപൂർവം നാം അത് വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുക. തീർച്ചയായിട്ടും എല്ലാ മനുഷ്യനും അവൻ ആഗ്രഹിക്കുന്ന ഏത് തലത്തിലും എത്താൻ സാധിക്കും. മനുഷ്യന് അപാരമായ ശക്തിയുണ്ട്. നിങ്ങളെപ്പോലെ എന്നെപ്പോലെയുള്ള മനുഷ്യർ തന്നെയാണ് ഈ ലോകത്തിൽ എല്ലാ മാറ്റവും വരുത്തിയിട്ടുള്ളത്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളിൽ പോലും നമുക്ക് ആത്മവിശ്വാസമില്ലെങ്കിൽ നമുക്ക് വിജയിക്കാൻ വേണ്ടി സാധിക്കില്ല. നമ്മുടെ ആത്മവിശ്വാസമായിക്കോട്ടെ, പ്രവൃത്തി ചെയ്യാനുള്ള ഊർജ്ജമായിക്കോട്ടെ, ഇതെല്ലാം നമ്മുടെ മനസ്സുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഒരു ദിവസം 60,000-ത്തിലധികം ചിന്തകളാണ് നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്നത്.
അതിനകത്ത് ഭൂരിഭാഗവും നമുക്ക് ആവശ്യമുള്ള ചിന്തകളല്ല, നെഗറ്റീവായിട്ടുള്ള ചിന്തകളാണ്. അതുകൊണ്ടാണ് ഉപബോധ മനസ്സിനെ ശക്തിപ്പെടുത്തി ബോധപൂർവം ഉപബോധ മനസ്സിലേക്ക് നല്ല ചിന്തകൾ നിറയ്ക്കുക, നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നിറയ്ക്കുക, അതിനു വേണ്ടിയിട്ട് ശരിയായി പ്രവർത്തിക്കുക. വിജയം എല്ലാവർക്കും നേടാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.